ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമുക്കൊരു ബ്രൈഡൽ വ്ളോഗാണ്. ഇന്നത്തെ നമ്മുടെ വർക്ക് വന്നിട്ട് വടക്കഞ്ചേരിയിലാണ്. എൻ്റെ സ്കൂൾ മീറ്റിനാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോണത്. വേണമെങ്കിൽ നമുക്ക് ഈ കുട്ടീനെയാണ് നമ്മളിന്ന് മേക്കപ്പ് ചെയ്യാൻ പോണത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ കൂടെ പഠിച്ച കൊച്ചിനെ വന്നിട്ട് മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ ബ്രൈഡൽ വ്ളോഗാണ്. ഇതിന് മുമ്പ് ഞാൻ അങ്ങനെ ബ്രൈഡൽ വ്ളോഗൊന്നും വന്നിട്ട് വീഡിയോ എടുത്തിട്ടില്ല. സോ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കെന്നെ അറിയില്ല. നമുക്ക് നോക്കാം. മാക്സിമം ഞങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നത് ഞങ്ങൾ കവർ ചെയ്യാം. ഓൾറെഡി ടൈം ലേറ്റ് ആയിട്ടില്ല. ഇനി ഞങ്ങൾ സംസാരിച്ചതെന്ന് വെച്ചാൽ ലേറ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. അപ്പം നമുക്ക് ബ്രൈഡിൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് കാണാം. ബൈ. ഇന്ന് നമ്മുടെ ബ്രൈഡ് വന്നിട്ട് ഗായത്രിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഗായത്രിയുടെ വീട്ടിലേക്ക് 10 കിലോമീറ്റർ ആണ് ഉള്ളത്. നമ്മൾ വീട് കണ്ടുപിടിക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. അങ്ങനെ ഫൈനലി ഗായത്രിയുടെ വീടെത്തി കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണിച്ചെന്ന കുട്ടിയില്ലേ, ആ കുട്ടിയാണ് ഈ കുട്ടി. അപ്പൊ ആ ഫോട്ടോ എനിക്ക് ഇവിടെ 9ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുമ്പോ അല്ലേ, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നതാണ്. നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാ വേണ്ടത് മേക്കപ്പ്? അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമുക്ക് ടൈമില്ല, നമുക്ക് വേഗം തുടങ്ങാം. ഇത് ഗായത്രിയുടെ ബിഫോർ ലുക്കാണ്. അപ്പം ഞാൻ ആദ്യം ക്രിമ്പിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കിനി അപ്കമിങ് ബ്രൈഡ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുതുതായിട്ട് നിങ്ങൾ ഈ വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് പുതിയ പ്രോഡക്റ്റ്സ് ഒന്നും ട്രൈ ചെയ്യണ്ട. ഇപ്പം ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഗായത്രിയുടെ ഫേസ് കണ്ടാൽ അറിയാം ഒത്തിരി പിമ്പിൾസ് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഗായത്രി പുതുതായിട്ട് ഏതൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു പുതിയ പ്രോഡക്റ്റ് നിങ്ങൾ ആ ഒരു സമയത്ത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെട്ടിഷ് വെച്ചിട്ട് ഗായത്രിയുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മാക്കിൻ്റെ ഫിക്സ് ആൻഡ് പ്രെപ്പ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്തിട്ട് ഒരു ഹാൻഡ് ഫാൻ വെച്ചിട്ട് ഡ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ സമയത്ത് കൈകൊണ്ട് മസാജൊന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അത് നാച്ചുറലായിട്ടൊന്ന് ഡ്രൈ ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കണേ. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഗായത്രിയുടെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഇവിടെ വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നല്ലപോലെ അപ്ലൈ ചെയ്ത് ഒരു ഹാൻഡ് ഫാൻ വെച്ച് ഞാൻ ഡ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഐ മേക്കപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ നല്ലപോലെ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്തെടുക്കേണ്ടത്. കൺസീലർ നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ പൗഡർ സെറ്റാണ് ചെയ്യുന്നത്. മാക്കിൻ്റെ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്തിട്ട് ഞാൻ നല്ലപോലെ നമ്മുടെ കൺസീലർ വന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഗായത്രിയുടെ ഐ മേക്കപ്പ് പൊതുവേ ഹിന്ദു ബ്രൈഡ്സ് ആരും ചൂസ് ചെയ്യാത്തൊരു ഐ മേക്കപ്പ് ആയിരുന്നു. ഈ ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ ചെയ്യുന്ന ഈ പിങ്ക് കളേഴ്സൊക്കെ വരുന്ന ഒരു ഐ മേക്കപ്പ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ പാക്കേജിൽ നമ്മൾ ട്രയൽ മേക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രയലിന് വന്നപ്പോൾ എനിക്ക് ഈ ഒരു റെഫറൻസ് കാണിച്ച് നമ്മൾ അതുപോലെ ചെയ്തപ്പോൾ അന്ന് ഗായത്രിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മൾ ഈ ഒരു ഐ മേക്കപ്പ് ഫിക്സ് ചെയ്തതായിരുന്നു. ഇനി നമ്മൾ പിഗ്മെൻറ്റ്സ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചെറുതായിട്ട് ഇതുപോലെ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഗ്ലിറ്ററോ പിഗ്മെൻറ്റ്സോ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലിറ്ററും പിഗ്മെൻറ്റ്സ് കുറച്ചും കൂടി നന്നായി എടുത്തറിയും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കട്ട് ക്രീസ് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ഒത്തിരി റെഫറൻസ് വീഡിയോസ് ഉണ്ടാവും. അതൊക്കെ നോക്കി ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഐ ഷാഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണെഴുതാൻ പോവാണ്. ചെറിയൊരു വിങ്സ് കൊടുത്തിട്ട് തിന്നായിട്ടുള്ള ഒരു ലൈൻസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ താഴത്ത് എഴുതുന്നില്ല, താഴത്ത് ചെറുതായിട്ട് സ്മഡ്ജ് ചെയ്യാനാണ് കേട്ടോ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത് നമുക്ക് ലാഷസ് ഫിക്സ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് യൂറോ പാരിസിൻ്റെ ലാഷസ് ആണ്. ഞാൻ എൻ്റെ എല്ലാ വർക്കിനും യൂസ് ചെയ്യുന്നത് യൂറോ പാരിസിൻ്റെ ലാഷസ് ആണ് കേട്ടോ. നല്ലൊരു ലാഷസ് ആണ്. മോസ്റ്റ്ലി എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് PACൻ്റെ ഗ്ലൂ ആണ് കേട്ടോ. അടുത്ത് നമുക്ക് കളർ കറക്റ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞില്ല, അത് ഇതാണ്. കാരണം ഗായത്രിയുടെ സ്കിന്ന് ഫുള്ളും പിമ്പിൾ വന്നത് കണ്ടോ. അപ്പോൾ പുതുതായിട്ടൊരു ബ്രാൻഡിൻ്റെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ഈ വെഡ്ഡിങ് സമയത്ത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത പുതിയ പ്രോഡക്റ്റ്സ് ഒന്നും ആ സമയത്ത് ട്രൈ ചെയ്യരുത്. കാരണം നമുക്ക് ഈ ഡാർക്ക് സ്പോട്ട്സും മാർക്കുകളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പിമ്പിൾ നിൽക്കുന്ന പിമ്പിളിനെ നമുക്ക് മാറ്റാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് പുതിയ പ്രോഡക്ട്സ് ഒന്നും മാക്സിമം എന്നല്ല നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പം ഞാനവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷനാണ്. നമ്മൾ ഒരു ഷെയ്ഡിന് ഡയറക്റ്റായിട്ട് ബ്രൈഡ്സിന് അപ്ലൈ ചെയ്യില്ല. പല ഷെയ്ഡ്സും മിക്സ് ചെയ്തിട്ടായിരിക്കും ബ്രൈഡിൻ്റെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള ഷെയ്ഡ് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇന്ന് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻസ് വന്നിട്ട് ചാർലറ്റ് ടിൽബറിയുടെ ഫൗണ്ടേഷനും ഹുദയുടെ ഫൗണ്ടേഷനും ആണ്. ഈ രണ്ട് ഫൗണ്ടേഷൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് ഇതിനെ പറയും. അതാണ് ഏറ്റവും നല്ലത്. ഡയറക്റ്റ് നമ്മൾ ഒത്തിരി ഫൗണ്ടേഷൻ ബ്രൈഡിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത്
ഒരുപാട് പ്രോഡക്ട്സ് ഫേസിലുള്ളത് പോലെ ഉണ്ടാവും, ലൈക്ക് പുട്ടി ലുക്ക് എന്നൊക്കെ പറയില്ല, ആ ഒരു റേഞ്ചിലേക്ക് പോവും. സോ അതുകൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അതാണ് ഇച്ചിരി കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഫൗണ്ടേഷൻ നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ ലിക്വിഡ് ബ്ലഷ് അപ്ലൈ ചെയ്യാണ്. ഇവിടെ റെയർ ബ്യൂട്ടിയുടെ ലിക്വിഡ് ബ്ലഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ചീക്സിലും നോസിലും പിന്നെ താടിയിലൊക്കെ നല്ലപോലെ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ മിററിൽ ഗായത്രിയുടെ ഫേസ് കണ്ടപ്പോൾ ഗായത്രിക്ക് കുറച്ച് പുട്ടിയായ പോലെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ലിപ്സ്റ്റിക്കും നമ്മുടെ ഹൈലൈറ്ററും പൊട്ടും എല്ലാം കഴിയുമ്പോൾ ഈ ഒരു ഫീൽ ഉണ്ടാവില്ല, അപ്പോൾ ഗായത്രി മാറ്റി പറയുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത്ര സമയമൊന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ ലിപ്പ് ലൈനും ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഞാൻ ഗായത്രിക്ക് മിറർ കാണിച്ചു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഗായത്രി ചിരിക്കുന്നത്. ആളുടെ അഭിപ്രായം കംപ്ലീറ്റ്ലി മാറി. അപ്പോൾ നമ്മളൊരു പ്ലെയിൻ ലുക്ക് കാണുമ്പോൾ എപ്പോഴും നമുക്ക് പുട്ടി ഫീൽ ചെയ്യും കേട്ടോ. അതിനുശേഷം ഞാൻ സാരി ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഓർണമെൻറ്റ് സെറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഹെയർ സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് സെക്ഷനൊക്കെ ഒരു ലൂസ് കേൾ ചെയ്തിട്ട് ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ചെയ്യുന്നത്. ബാക്കിൽ ബണ്ണ് വെച്ച് പൂവയ്ക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ ബ്രൈഡിൻ്റെ സജഷനാണ് കേട്ടോ. ഗായത്രി കാണിച്ച റെഫറൻസും ഗായത്രി ആഗ്രഹിച്ച ഗായത്രിയുടെ ആ ഒരു ബ്രൈഡൽ ലുക്ക് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഗായത്രിയുടെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ?